സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. നമ്മളിപ്പോൾ എന്ത് വർക്കിലായാലും ഇപ്പോൾ ഇരിക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിലൊക്കെ നമ്മുടെ സ്മാർട്ട് ഫോൺ നമ്മുടെ ഒപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പ്രൈവറ്റ് ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും മറ്റ് ഇൻഫർമേഷൻസ് ആയാലും ബാങ്കിങ് ഡീറ്റെയിൽസ് ആയാലും ഒക്കെ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയാണ് നമ്മളെല്ലാം ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ബാക്കി എല്ലാ പരിപാടികളും ചെയ്യുന്നതും. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൽ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. പലതൊന്നും പോലും അറിയില്ല. അങ്ങനെ അങ്ങോട്ട് കുറേ ആപ്ലിക്കേഷൻസ് എവിടെ നിന്ന് കിട്ടുന്നതാണെന്ന് നോക്കാതെ ആപ്ലിക്കേഷൻസ് കുറേയാണ് വലിച്ചുവാരി ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ വലിച്ചുവാരി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ അറിയാൻ കഴിയും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് ഏത് സോഴ്സിൽ നിന്നാണോ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ട്, ഐഫോൺ യൂസേഴ്സിന് ആപ്പ് സ്റ്റോർ ഉണ്ട്, അതുപോലെ തന്നെ തേർഡ് പാർട്ടി സോഴ്സസ് ഉണ്ട്. പല ആളുകളും ആപ്ലിക്കേഷൻ്റെ അവൈലബിലിറ്റി മാത്രം നോക്കിക്കൊണ്ട് തേർഡ് പാർട്ടി സോഴ്സിൽ നിന്നൊക്കെ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യും. ആണ് തേർഡ് പാർട്ടി സോഴ്സിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എത്രത്തോളം സേഫാണ്, സെക്യൂർ ആണെന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ എല്ലാ തേർഡ് പാർട്ടി റിസോഴ്സസും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഒരുവിധം തേർഡ് പാർട്ടി സ്റ്റോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഒന്നും സേഫ് അല്ല എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. കാരണം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന പല ആപ്ലിക്കേഷൻസും തേർഡ് പാർട്ടി സോഴ്സസും നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ പൈസ കൊടുത്ത് വാങ്ങുന്നൊരു സാധനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുമ്പോൾ അത് വെറുതെ ഒരു കാര്യമില്ലാണ്ട് നിങ്ങൾക്ക് തരുന്നവർക്ക് യാതൊരു ഉറപ്പില്ലല്ലോ. അതിൻ്റെ പിന്നിൽ അതിൻ്റെ ഡെവലപ്പേഴ്സിന്, അതായത് തേർഡ് പാർട്ടി റിസോഴ്സസിൻ്റെ ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചമാണല്ലോ. അപ്പോൾ അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഏത് സോഴ്സിൽ നിന്നാണോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ കമ്പനിക്ക് ചിലപ്പോൾ കുറച്ച് സ്റ്റോറുകളുണ്ടാവും, ആപ്പ് സ്റ്റോറുകളുണ്ടാവും, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അവർക്ക് കൃത്യമായ പ്രൈവസി പോളിസിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ആപ്പിന് കിട്ടിയിരിക്കുന്ന റിവ്യൂസാണ്. ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത ആളുകൾ അവരുടെ റിവ്യൂ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതായത് ആപ്ലിക്കേഷൻ കൊണ്ട് അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടി, അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ലിമിറ്റേഷൻസ് എന്താ, അവർ ഫേസ് ചെയ്ത ലിമിറ്റേഷൻസ് എന്താണെന്നുള്ളതും അവരവിടെ റിവ്യൂ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ പോസിറ്റീവ് റിവ്യൂസും നെഗറ്റീവ് റിവ്യൂസും നമ്മൾ പരിഗണിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ യൂട്യൂബ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഞാൻ സെർച്ച് ചെയ്തു. യൂട്യൂബ് എന്നുള്ള ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ് എന്ന് പറയുന്നൊരു സംഭവം. റേറ്റിംഗ്സ് റിവ്യൂസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് യൂസേഴ്സിൻ്റെ റിവ്യൂസ് കാണാൻ കഴിയും. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ട് അവർക്കുണ്ടായ റിവ്യൂസ്. ഇതിലിപ്പോൾ ഓൾ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇതിൽ പോസിറ്റീവും നെഗറ്റീവ് റിവ്യൂസും വരും. ഇതിൽ പോസിറ്റീവ് കാറ്റഗറിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ്റെ പോസിറ്റീവ് റിവ്യൂസ് മാത്രം കാണും. ക്രിട്ടിക്കൽ എന്നുള്ള കാറ്റഗറിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ്റെ നെഗറ്റീവ് റിവ്യൂസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാണാം. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് സ്റ്റാർ ബേസ്ഡ് റിവ്യൂസ് ഉണ്ട്. ഈ 1 സ്റ്റാർ 2 സ്റ്റാർ 3 4 5 അതുപോലെ അതും നമ്മളൊന്ന് പരിഗണിക്കുക. അപ്പോൾ 1 സ്റ്റാർ കൊടുത്ത ആളുകൾക്ക് കൃത്യമായ കാരണം അതിനുണ്ടാവും. എന്തുകൊണ്ടാണ് അവരതിന് 1 സ്റ്റാർ കൊടുത്തതെന്നുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 5 സ്റ്റാർ കൊടുത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതും നമ്മൾ പരിഗണിക്കുക. മറ്റൊരു കാര്യം നോക്കാനുള്ളത് ഒരു ആപ്ലിക്കേഷന് ഫങ്ഷൻ ചെയ്യാൻ ഏതൊക്കെ തരത്തിലുള്ള പെർമിഷൻസ് ആ ഫോണ് കൊടുക്കണം. അതായത് അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫോണ് ഏതൊക്കെ തരത്തിലുള്ള പെർമിഷൻസ് ആപ്ലിക്കേഷന് ഫങ്ഷൻ ചെയ്യാൻ കൊടുക്കണമെന്നുള്ളതാണ്. ഒരു ആപ്ലിക്കേഷന് ഫങ്ഷൻ ചെയ്യാൻ ഒരുപാട് പെർമിഷൻസ് ആവശ്യം വരും. നമ്മുടെ സ്റ്റോറേജ് ആയാലും അതുപോലെ കോൺടാക്ട്സ് ആയാലും ക്യാമറ ആയാലും മറ്റു ഡീറ്റെയിൽസ് ആയാലും തന്നെ. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പ് പെർമിഷൻസ് എന്നുള്ളൊരു ഇത് കാണാം. അതിൽ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷന് ഫങ്ഷൻ ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്യണം, കോൺടാക്ട്സ്, ലൊക്കേഷന്, മൈക്രോഫോണ്, അതുപോലെ ഫോണ്, സ്റ്റോറേജ്, പിന്നെ വേറെ കുറച്ച് പെർമിഷൻസും. ഈ ഓരോ പെർമിഷനും അതിൻ്റേതായ ഫങ്ഷൻ അവിടെ വേണ്ടി വരും. അതായത് അതിൻ്റേതായ യൂസ് ഉണ്ടാവും. ഇപ്പോൾ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ചാനലിലുള്ള ആൾക്ക് ലൈവ് പോകണമെന്ന് കരുതുക. ആ ലൈവ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറയും യൂട്യൂബ് ആപ്ലിക്കേഷനും തമ്മിലൊരു കണക്ഷൻ വേണം. അപ്പോൾ അതിൻ്റെ ക്യാമറ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്യുന്ന സംഭവം യൂട്യൂബ് ആപ്ലിക്കേഷൻ്റെ സെർവറുമായിട്ട് കണക്ഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ കോൺടാക്ട്സ് ആയാലും ലൊക്കേഷൻ ആയാലും മൈക്രോഫോൺ ആയാലും ഒക്കെ തന്നെ അതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആപ്ലിക്കേഷൻസ് അനാവശ്യമായിട്ട് ഒരുപാട് പെർമിഷൻസ് അക്യൂർ ചെയ്യും.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫ്ലാഷ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷന് ഒരിക്കലും നിങ്ങളുടെ സ്റ്റോറേജോ നിങ്ങളുടെ കോൺടാക്ട്സോ ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. അതൊരു ഫ്ലാഷ് ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷന് നിങ്ങളുടെ ഫ്ലാഷ് ലൈറ്റ് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ പെർമിഷൻസ് മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് ഫോണിൻ്റെ സ്റ്റേറ്റ് പെർമിഷൻ മാത്രമേ കിട്ടാനുള്ളൂ. സ്റ്റേറ്റ് പെർമിഷൻ എന്ന് പറയുമ്പോൾ ഫോൺ ഏത് സ്റ്റേറ്റിലാണ്, ആക്റ്റീവ് സ്റ്റേറ്റിലാണോ ഇനാക്റ്റീവ് ആണോ, അതുപോലെ തന്നെ വേറെ കുറച്ച് ഡീറ്റെയിൽസും അത് മാത്രമേ ആവശ്യമുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കുക ഏതൊക്കെ തരത്തിലുള്ള പെർമിഷൻ അതിന് ആവശ്യമുണ്ട്. അവർ ചോദിക്കുന്ന പെർമിഷനൊക്കെ ഈ ആപ്പിന് ഫങ്ഷൻ ചെയ്യാൻ ആവശ്യമുള്ളതാണോ, അതായത് സഫീഷ്യൻ്റ് ആൻഡ് എസെൻഷ്യൽ ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുക. മറ്റൊരു കാര്യം ഇതിൽ നോക്കാനുള്ളത് ഇതിൻ്റെ ഡെവലപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ്. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഡെവലപ്പർ കോൺടാക്റ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു ഡെവലപ്പർ ആയാലും അവർക്കൊരു പ്രൊഫഷണൽ വെബ്സൈറ്റ് ഉണ്ടോ, കൃത്യമായ പ്രൈവസി പോളിസി ഉണ്ടോ, കോൺടാക്റ്റ് ഇൻഫർമേഷൻസ് ഉണ്ടോ, സെക്യൂരിറ്റി പോളിസി ഉണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കണം. ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവർ കൃത്യമായ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ വെബ്സൈറ്റ് ഒരു ലിങ്കാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. അതുപോലെ ഇമെയിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ഇൻഫർമേഷൻ, അതിൽ കൃത്യമായ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, പ്രൈവസി പോളിസി ഉണ്ട്. ഇതെല്ലാം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്കറിയാത്ത ഡെവലപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് അറിയാത്തതെന്ന് പറയുമ്പോൾ നമ്മളധികം കേട്ട് പരിചയമില്ലാത്ത ഡെവലപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൈവസി പോളിസിയും ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നമ്പേഴ്സ് അസോസിയേറ്റഡ്, ഒരു ആപ്പുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ്, അതായത് എത്രത്തോളം ഡൗൺലോഡ്സ് അതിന് കിട്ടിയിട്ടുണ്ട്, എത്രത്തോളം റിവ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഏകദേശം 70 മില്യൺ റിവ്യൂസും 5 ബില്യണിലധികം ഡൗൺലോഡ്സും കിട്ടിയിട്ടുണ്ട്. പൊതുവേ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ല, ഏത് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഡൗൺലോഡ്സും റിവ്യൂസും കിട്ടിയ ആപ്ലിക്കേഷൻ പൊതുവേ സേഫ് ആണെന്നുള്ളതാണ് നമ്മുടെ ഒരു അങ്ങനെ കരുതാം നമുക്ക്. പക്ഷേ എന്ന് വെച്ചാൽ 100% എല്ലാ ആപ്ലിക്കേഷനും 100% സേഫ് ആണെന്നും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങളാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നോക്കേണ്ടത്. ഒന്നാമത് സോഴ്സ് ഓഫ് ദ ആപ്പ്, ആപ്പിന് കിട്ടിയ റിവ്യൂസ്, അതിൻ്റെ പെർമിഷൻസ്, ആപ്പിന് ആവശ്യമായ പെർമിഷൻസ്, അതുപോലെ ഡെവലപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസും, പിന്നെ നമ്മുടെ നമ്പേഴ്സ് അസോസിയേറ്റഡ്. അത് വേറൊരു ചോദ്യം ഇതിൽ വരുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തേർഡ് പാർട്ടി റിസോഴ്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് സേഫ് ആണെന്ന് ഉറപ്പില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും 100% സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം പ്ലേ സ്റ്റോർ തന്നെ ഒരിക്കലും അതിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷൻസ് പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിമൂവ് ചെയ്ത സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന മെഷീൻ ലേണിംഗ് അൽഗോരിതം ഉണ്ട് എങ്കിൽ കൂടി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം ഉണ്ട്. അതും ഒരു പ്രൈവസി പോളിസിയുടെ ഭാഗം തന്നെയാണ്. അതായത് ഇപ്പോൾ ഇതിൽ ഏത് ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യപ്പെടുന്നതിന് മുമ്പും ആപ്ലിക്കേഷൻ മുഴുവനായിട്ടൊന്ന് സ്കാൻ ചെയ്തതിന് ശേഷമാണ് പ്ലേ സ്റ്റോറിൽ അത് അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ ആ ആപ്ലിക്കേഷനിലുള്ള എല്ലാ ലൂപ്പ് ഹോൾസും എല്ലാ മലീഷ്യസ് ഫങ്ഷൻസും ഈ ആപ്ലിക്കേഷന് ഈ ഒരു പ്ലേ പ്രൊട്ടക്റ്റിന് കൃത്യമായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാനും കഴിയില്ല. ഏകദേശം ഒരു 90% നമുക്ക് സേഫ് ആണെന്ന് തന്നെ കരുതാമെങ്കിലും 100% സേഫ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രം ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യപ്പെട്ടത്. ഈ ഒരു വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെന്ന് അറിയാം. ഇഷ്ടപ്പെട്ടതിനാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.